എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് വെങ്കിടേശ്വര റെഡ്ഡി. പുനർജൻ ആയുർവേദത്തിൽ നിന്ന് സംസാരിക്കുന്നു. എല്ലാവരും പറയുന്നു ആരോഗ്യം ഒരു വരമാണെന്ന്. എന്നാൽ ഞാൻ പറയുന്നു ആയുർവേദം ഒരു വരമാണെന്ന്. എന്തെന്നാൽ ആയുർവേദം ആരോഗ്യത്തിൻ്റെ ആധാരമാണ്. ക്യാൻസർ ചികിത്സയിൽ ഏറെ അനുഭവസമ്പത്തുള്ള പുനർജൻ ആയുർവേദ ക്യാൻസർ രോഗത്തിന് രസായന ആയുർവേദം കൊണ്ട് മരുന്നുകളില്ലാത്ത ചികിത്സാ രീതികളും ഇന്ന് കൊടുത്തുവരുന്നു പുനർജൻ ആയുർവേദ. ക്യാൻസർ രോഗം ദിവസം കഴിയുന്തോറും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് പലർക്കും ക്യാൻസർ രോഗം ബാധിച്ചു വരികയാണ്. ശരിയായ അറിവുകൾ അവർക്കില്ല. സത്യത്തിൽ ക്യാൻസർ രോഗം എന്നാൽ എന്താ? എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഇത് വരുന്നത്? ക്യാൻസർ വന്നാൽ എങ്ങനെയൊക്കെ നമ്മൾ മുൻകരുതൽ എടുക്കണം? ഇതിനുള്ള പ്രധാന കാരണങ്ങൾ അറിയുന്നത് നല്ലതാണ്. അതിനുവേണ്ടിയാണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണം നടത്താൻ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ഇന്ന് ഈ വീഡിയോയിൽ ബ്ലഡ് ക്യാൻസറിനെ പറ്റി മുഴുവൻ കാര്യങ്ങളും അറിയാം. ബ്ലഡ് ക്യാൻസർ, ഇതിനെ ലുക്കേമിയ എന്നും പറയാറുണ്ട്. ബാക്കിയുള്ള ക്യാൻസർ രോഗങ്ങൾക്കും ബ്ലഡ് ക്യാൻസറിനും ചില വ്യത്യാസങ്ങളുണ്ട്. ആദ്യം തന്നെ കണ്ടുപിടിച്ചാൽ ബ്ലഡ് ക്യാൻസറിനെ ചികിത്സിക്കാനുള്ള സമയം കൂടുതൽ കിട്ടുന്നതാണ്. അത് നമ്മൾ അവഗണിച്ചാൽ ബ്ലഡ് ക്യാൻസറിനേക്കാൾ ആപത്തായ വേറൊന്നില്ല. അതുകൊണ്ട് അത് ആദ്യം തന്നെ കണ്ടുപിടിക്കണം. മഹത്വമായ ആയുർവേദം കൊണ്ട് ബ്ലഡ് ക്യാൻസറിനെ എളുപ്പത്തിൽ കുറയ്ക്കാൻ സാധിക്കുമെന്ന് ആയുർവേദം പറയുന്നു. ബ്ലഡ് ക്യാൻസർ കുറയുന്നുവെന്നത് നമ്മൾ ഈ രോഗം എത്രയും പെട്ടെന്ന് കണ്ടെത്തുന്നത് പോലിരിക്കും. അലോപ്പതിയിൽ പോലും സാധാരണ കീമോതെറാപ്പി ചെയ്തിട്ട് ബ്ലഡ് ക്യാൻസർ ഭേദമാക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ കീമോതെറാപ്പിക്ക് ശേഷം യാതൊരുവിധ പാർശ്വഫലങ്ങളുമില്ലാതെ ജീവിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ആർക്കും ശരിയായ ഉത്തരമില്ല. അതുകൊണ്ടാണ് അലോപ്പതി ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ ആദ്യം ഒരു കാര്യം ഓർമ്മിക്കണം. നേരം വൈകിക്കൊണ്ടിരുന്നാൽ ഈ ബ്ലഡ് ക്യാൻസർ ഒരിക്കലും കുറയില്ല. അവസാനം ആയുർവേദം വൈദ്യം മാത്രമേ ഉള്ളൂ. ബ്ലഡ് ക്യാൻസറിൻ്റെ വളർച്ചയ്ക്ക് ഇത് വഴിവെക്കുന്നതാണ്. അതുകൊണ്ട് ബ്ലഡ് ക്യാൻസർ എന്ന് കണ്ടുപിടിച്ച ഉടൻ തന്നെ ആയുർവേദ വൈദ്യത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അത്ഭുതകരമായ ഫലങ്ങൾ കിട്ടും. ശരീരത്തിൽ വരുന്ന ക്യാൻസർ എല്ലാം കോശങ്ങളിലാണ് വരുന്നത്. എന്നാൽ ഈ ബ്ലഡ് ക്യാൻസർ മാത്രം കോശങ്ങളെ ബാധിക്കാതെ രക്തത്തിൽ പടർന്നു പിടിക്കും. അതുകൊണ്ടാണ് ഇതിനെ ദ്രവ ക്യാൻസർ എന്ന് പറയുന്നത്. ശരീരത്തിലെ രക്താണുക്കൾ എല്ലിൻ്റെ നടുക്ക് മിനുസമായ പഞ്ഞി പോലുള്ള ഭാഗങ്ങളിൽ ഇത് ഉണ്ടാകുന്നു. ഇതിൽ പുതിയതായി കോശങ്ങൾ ഉണ്ടാകാതിരുന്നാൽ അത് ബ്ലഡ് ക്യാൻസറിന് വഴിവെക്കുന്നതാണ്. ബ്ലഡ് ക്യാൻസറിൽ ക്യാൻസർ സെല്ലുകൾ രക്തത്തിൽ പടർന്നിരിക്കുന്നത് കൊണ്ട് ഇതിൻ്റെ പ്രശ്നങ്ങൾ വളരെയധികമായിരിക്കും. അലോപ്പതിയിൽ ബ്ലഡ് ക്യാൻസറിന് കീമോതെറാപ്പി അല്ലാതെ വേറെ വഴിയില്ല. ബ്ലഡ് ക്യാൻസർ ഒരുപക്ഷെ അധികരിച്ചാൽ ക്യാൻസർ സെല്ലുകൾ എവിടെ ഉണ്ടായോ അവിടെ തന്നെ മൊത്തത്തിൽ നശിപ്പിക്കുന്നതാണ്. മനുഷ്യന് രക്തം ഓക്സിജനും നൽകുന്നുണ്ട്. അതുകൊണ്ട് സാധാരണയായി ബ്ലഡ് ക്യാൻസർ വന്നവർക്ക് ഓക്സിജൻ ശരിക്കും കിട്ടാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതാണ്. പിന്നെ ബ്ലഡ് ക്യാൻസറിനെ എന്തൊക്കെ ലക്ഷണങ്ങൾ വെച്ച് കണ്ടുപിടിക്കാം? ബ്ലഡ് ക്യാൻസർ വന്നവർക്ക് ഏറ്റവും ആദ്യം കാണിക്കുന്ന ലക്ഷണങ്ങൾ ക്ഷീണം. ഈ രക്തധമനികളുടെ എണ്ണം കുറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിലെ ഓക്സിജനും കുറയുന്നതാണ്. ശ്വാസം ശരിക്കും എടുക്കാൻ പറ്റില്ല. കുറച്ചു ദൂരം നടന്നാൽ പോലും ചെറിയ ജോലി ചെയ്താലും കിതപ്പനുഭവിക്കും ഇവർക്ക്. ബ്ലഡ് കൗണ്ട് കൂടി കുറയും ഇവർക്ക്. ഇതിൻ്റെ കാരണമായി രക്തം കട്ടപിടിച്ച് മൂക്ക്, വായ കൂടാതെ മലദ്വാരത്തിലൂടെയും രക്തം പോകുന്നത് കാണാൻ സാധിക്കും. ചില ആൾക്കാർക്ക് 3-4 ആഴ്ചത്തേക്ക് പനിയുണ്ടാകുന്നതാണ്. എന്ത് മരുന്ന് കഴിച്ചാലും പനി കുറയുന്നതല്ല. ചില പേർക്ക് ശരീരത്തിൽ കറുത്ത പുള്ളികൾ ഉണ്ടാകുന്നതാണ്. ചില പുണ്ണുകൾ താനേ ഉണ്ടാകുന്നതാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ പോലും വളരെ മന്ദഗതിയിലായിരിക്കും ഇവർ കഴിക്കുക. കാരണമൊന്നുമില്ലാതെ ശരീരത്തിൽ ബലം കുറയും. ബ്ലഡ് ക്യാൻസർ വന്നവർക്ക് സത്യത്തിൽ വിശപ്പേ ഉണ്ടാകില്ല. ഇതുപോലെ ചില പ്രധാന ലക്ഷണങ്ങൾ മുൻനിർത്തി ഇത് ബ്ലഡ് ക്യാൻസർ ആണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും.